ഈ കേരള വാട്ടർ അതോറിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പിറവം നിയോജക മണ്ഡലം വന്നതിന് ശേഷം ആ നിയോജക മണ്ഡലത്തിൽ ഇതേവരെ ഒരു 2 തവണ ഇവിടെ മന്ത്രി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പല MLA-മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വരദാനം എന്നുള്ള നിലയ്ക്ക് മൂവാറ്റുപുഴയാറ് പിറവം നിയോജക മണ്ഡലത്തിൻ്റെ മധ്യത്തിൽ കൂടിയാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ധാരാളം ജലസ്രോതസ്സുള്ള ഈ മൂവാറ്റുപുഴയാറിൽ നിന്നും അതിന് പാകപ്പെടുത്തി ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ലജ്ജാവഹമായ ഒരു കാര്യമായിട്ടാണ് ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 50 വർഷമായിട്ട് നിരന്തരമായിട്ട് ഈ ഓഫീസിന്റെ മുമ്പിലും അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള പല ഓഫീസുകളുടെ മുമ്പിലും ഭാരതീയ ജനതാ പാർട്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി സംഘടനകൾ സമരം ചെയ്തിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ജലസേചന വകുപ്പ് മന്ത്രി ഉണ്ടായിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് MLA-മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ പിറവം നിവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ, അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ യഥാർത്ഥത്തിൽ ഇതേവരെയുള്ള ഇവിടെയുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് ഇവരെ വിടുന്നത് എന്തിനാണ്? MLA ആയാലും അതുപോലെ MP ആയാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും അവർക്കൊക്കെ അവരുടേതായ ചില വ്യക്തിപരമായ ആവശ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഒരു കാര്യവും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാവപ്പെട്ട ജനങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടും കൂടെ ഒരു വാക്ക് പറയാനുണ്ട്. പാവപ്പെട്ട ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു പൈപ്പിട്ട് വെള്ളമെടുത്താൽ അതിനെതിരെ മീശ വിരിക്കുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും AEയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മുതലായിട്ടുള്ള വലിയ ആ തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥ സാധാരണ ജനങ്ങളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെയധികം ഫൈൻ ഈടാക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പിറവം ഓഫീസിന്റെ ഉള്ളിലിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു ആക്ഷേപവുമില്ല, അതിശയോക്തിയുമില്ല. അതുപോലത്തുള്ള പ്രവർത്തനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മെതുവാറ കുടിവെള്ള പദ്ധതിയുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കുടിവെള്ള പദ്ധതിയുണ്ട്. അതിലെ ടാങ്ക് നോക്കിയാൽ ഈ വേനക്ക് മഞ്ഞപ്പിത്തം പകർച്ചവ്യാധി എന്ന് ഉണ്ടാവാൻ യാതൊരു ആക്ഷേപവുമില്ല. അതുപോലെ അഴുക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള ടാങ്കുകളാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ. പൈസ മാസം കറക്റ്റായിട്ട് ചെല്ലണം, അല്ലെങ്കിൽ വർഷം കറക്റ്റായിട്ട്